ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. ഇപ്പോൾ നമ്മുടെ ഇന്നൊരു ക്വിക്ക് റിവിഷൻ സീരീസിൽ നമ്മൾ ആർച്ച് അതുപോലെ തന്നെ സ്റ്റെയർ എന്നൊരു ടോപ്പിക്സാണ്, നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കുന്നത്. വളരെ ഷോർട്ടായിട്ട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യുക. ദെൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്റ്റോണോ അല്ലെങ്കിൽ ബ്രിക്കിൻ്റെയോ വെഡ്ജ് ഷേപ്പ് ഉള്ള യൂണിറ്റ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ആർച്ച് എന്ന് പറയുന്നത്, അല്ലേ? ദെൻ ആർച്ചിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ടെക്നിക്കൽ ടേംസ് ആണ്. ഓക്കെ, ടെക്നിക്കൽ ടേംസ് ആണ് നമുക്കവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓരോ ടെക്നിക്കൽ ടേംസ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം പറയുന്നത് നമ്മൾ സെൻറ്ററാണ്. ഓക്കെ, സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്ററിൻ്റെ മറ്റൊരു പേരാണ് സ്ട്രൈക്കിംഗ് പോയിൻ്റ് എന്ന് പറയാം. ഓക്കെ, സെൻറ്റർ അല്ലെങ്കിൽ ഏത് പറയാം? സ്ട്രൈക്കിംഗ് പോയിൻ്റ് എന്ന് പറയും. ഓക്കെ, സ്ട്രൈക്കിംഗ് പോയിൻ്റ് എന്ന് പറയാം. ഇതെന്താണ് പറയുന്നത്? അതായത് ജിയോമെട്രിക്കൽ സെൻറ്റർ ഓഫ് കർവ് ഓഫ് ആൻ ആർച്ച് എന്നാണ് പറയുന്നത്. ഓക്കെ, ജിയോമെട്രിക്കൽ സെൻറ്റർ ഓഫ് കർവ് ഓഫ് ആൻ ആർച്ചിനെയാണ് നമ്മൾ സെൻറ്റർ അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഇൻട്രഡോസ്. ഓക്കെ, ഇൻട്രഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രഡോസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇൻട്രഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റേർണൽ കർവ് ഓഫ് ആർച്ചിനെയാണ് നമ്മൾ ഇൻട്രഡോസ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ എസ്ട്രഡോസ്. ഓക്കെ, എസ്ട്രഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ കർവ് ഓഫ് ആർച്ചിനെയാണ് നമ്മൾ എസ്ട്രഡോസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് നെക്സ്റ്റ് വരുന്നത് അബട്ട്മെൻറ്റ്. ഓക്കെ, അബട്ട്മെൻറ്റൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അബട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡ് സപ്പോർട്ട് ഓഫ് ആർച്ചിനെയാണ്. ഓക്കെ, എൻഡ് സപ്പോർട്ട് ഓഫ് ആർച്ചിനെയാണ് നമ്മൾ അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് വരുന്നതാണ് പിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ഓഫ് ആർച്ച്. ഓക്കെ, പിയർ എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ഓഫ് ആർച്ചിനെയാണ് നമ്മൾ പിയർ എന്ന് പറയുന്നത്. ദെൻ ആർക്കേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീരീസ് ഓഫ് ആർച്ചിനെയാണ് നമ്മൾ ആർക്കേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് വരുന്നതാണ് സ്ക്യൂ ബാക്ക്. ഓക്കെ, സ്ക്യൂ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്യൂ ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻക്ലൈൻഡ് സർഫേസ് ഓഫ് ദ സപ്പോർട്ട്. ഓക്കെ, സ്ക്യൂ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് സർഫേസ് ഓഫ് ദ സപ്പോർട്ടിനെയാണ് നമ്മൾ സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു ടേമാണ് ഇമ്പോസ്റ്റ്. ഓക്കെ, ഇമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊജക്ഷൻ കോഴ്സാണ് അപ്പർ പാർട്ട് ഓഫ് ദ സപ്പോർട്ട്. ഓക്കെ, പ്രൊജക്റ്റിംഗ് കോഴ്സ് അപ്പർ പാർട്ട് ഓഫ് ദ സപ്പോർട്ട്, അതിനെയാണ് നമ്മൾ ഇമ്പോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ വൗസിയർ. ഓക്കെ, വൗസിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൗസിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ ഒരു വെഡ്ജ് ഷേപ്പ്ഡ് യൂണിറ്റിനെയാണ് നമ്മൾ ആ ഒരു വൗസിയർ എന്ന് പറയുന്നത്. ഈ ഒരു വൗസിയർ വെച്ചിട്ടാണ് നമ്മൾ ആർച്ചിൻ്റെ ഒരു കോഴ്സും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്താണ് സോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ സർഫേസ് ഓഫ് ആർച്ചിനെയാണ് നമ്മൾ സോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർ സർഫേസ് ഓഫ് ആർച്ചിനെയാണ് നമ്മൾ സോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് സ്പ്രിങ്ങർ. ഓക്കെ, സ്പ്രിങ്ങർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്രിങ്ങർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സ്ക്യൂ ബാക്കിന് നിയറസ്റ്റ് ആയിട്ട്, സ്ക്യൂ ബാക്കിൻ്റെ അടുത്ത് വയ്ക്കുന്ന വൗസിയറിനെയാണ് നമ്മൾ സ്പ്രിങ്ങർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സ്പ്രിങ്ങിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്രിങ്ങിങ് പോയിൻ്റ്. ഓക്കെ, സ്പ്രിങ്ങിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആർച്ചിൽ ആ ഒരു കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന ആർച്ചിൻ്റെ ആ ഒരു കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ സ്പ്രിങ്ങിങ് പോയിന്റ് എന്ന് പറയുന്നത്. ആ രണ്ട് പോയിന്റിനെയും കണക്ട് ചെയ്ത് വരുന്ന ലൈനിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നു. ഓക്കെ, ദെൻ അടുത്ത റൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ഏത് മുതൽ ഏതുവരെയുള്ളത്? ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രഡോസും അതുപോലെ തന്നെ സ്പ്രിങ്ങിങ് ലൈനും. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, വെർട്ടിക്കൽ ഡിസ്റ്റൻസിനാണ് ഏത് മുതൽ? നമ്മുടെ സ്പ്രിങ്ങിങ് ലൈൻ മുതൽ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഏതാണ്? ഇൻട്രഡോസിൻ്റെ ഹയസ്റ്റ് പോയിന്റ് മുതൽ സ്പ്രിങ്ങിങ് ലൈൻ വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഏതാണ്? ഇൻട്രഡോസ് ആൻഡ് എസ്ട്രഡോസ് എന്ന് പറയാം. ഓക്കെ, ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഒരു ഡെപ്തും റൈസും മാറിപ്പോകല്. റൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് ഓർമ്മിക്കുക. ഓക്കെ, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണെന്ന് ഓർമ്മിക്കുക. അത് ഏത് മുതൽ ഏതുവരെ? നമ്മുടെ സ്പ്രിങ്ങിങ് ലൈൻ മുതൽ ഇൻട്രഡോസിൻ്റെ ഹയസ്റ്റ് പോയിന്റ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് റൈസ് എന്ന് പറയുന്നത്. ഇനി ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻട്രഡോസും എസ്ട്രഡോസിനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ഇൻട്രഡോസും എസ്ട്രഡോസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന്
പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അടുത്ത് കീ എന്ന് പറഞ്ഞാൽ എന്താണ്? കീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രഡോസിൻ്റെ ആർസിൻ്റെ ഹയസ്റ്റ് പോയിന്റിൽ നമ്മൾ വയ്ക്കുന്ന വെഡ്ജ് ഷേപ്പ്ഡ് യൂണിറ്റിനെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ആർസിൻ്റെ ഹയസ്റ്റ് പോയിന്റിൽ വയ്ക്കുന്ന വെഡ്ജ് ഷേപ്പ്ഡ് യൂണിറ്റിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? കീ എന്ന് പറയുന്നത്. ഓക്കെ, കീ സ്റ്റോൺ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഇനി ക്രൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൗൺ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ആർച്ച്. ഓക്കെ, ഹയസ്റ്റ് പോയിന്റ് ഓഫ് ആർച്ചിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ക്രൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടേമാണ് സ്പാൻഡ്രിൽ. ഓക്കെ, സ്പാൻഡ്രിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഒരു ട്രയാങ്കിൾ പോർഷൻ ആണല്ലേ, എവിടെയാണ് അത് ഫോം ചെയ്യുന്നത്? ബിറ്റ്വീൻ എസ്ട്രഡോസും അതുപോലെ തന്നെ ഒരു നമ്മുടെ ക്രൗണിൻ്റെ അവിടെ നിന്ന് ക്രൗണിന് ടാൻജൻഷനായിട്ട് നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനും എസ്ട്രഡോസും തമ്മിൽ ഫോം ചെയ്യുന്ന ആ ഒരു ഇറഗുലർ ട്രയാങ്കുലർ പോർഷനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? സ്പാൻഡ്രിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹോഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ കീ സ്റ്റോൺ അല്ലെങ്കിൽ ക്രൗൺ മുതൽ സ്ക്യൂബാക്ക് വരെയുള്ള ആ ഒരു ലോവർ ഹാഫ് പോർഷൻ, ആർച്ചിൻ്റെ ആ ഒരു ലോവർ ഹാഫ് പോർഷനെയാണ് നമ്മൾ ഹോഞ്ച് എന്ന് പറയുന്നത്. അത് ഏത് മുതൽ ഏതുവരെയാണ്? ക്രൗൺ മുതൽ സ്ക്യൂബാക്ക് വരെയാണ്. ഓക്കെ, ക്രൗൺ മുതൽ സ്ക്യൂബാക്ക് വരെയുള്ള ആ ഒരു ലോവർ ഹാഫ് പോർഷനെയാണ് നമ്മൾ ഹോഞ്ച് എന്ന് പറയുന്നത്. ഇതിനടുത്ത് റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിംഗ് എന്ന് പറഞ്ഞാൽ സർക്കുലർ കോഴ്സ് ഫോമിങ് ഓൺ ആർച്ചിനെയാണ് നമ്മൾ റിംഗ് എന്ന് പറയുന്നത്. ഇനി തിക്നെസ് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഓഫ് സോഫിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? തിക്നെസ് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഓഫ് സോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഹൊറിസോണൽ ഡിസ്റ്റൻസ്, അതായത് ഫ്രണ്ട് ഫേസും ബാക്ക് ഫേസും തമ്മിലുള്ള ആ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ആർച്ചിൻ്റേതിലുള്ള ആ ഒരു ടെക്നിക്കൽ ടേംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ആർച്ചാണ് നോക്കാനുള്ളത്. ഓക്കെ, ആർച്ചിൻ്റെ ടൈപ്സ് ആണ് അടുത്ത് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യത്തേതാണ് ഏതാണ്? ഫ്ലാറ്റ് ആർച്ച് അല്ലേ. ഫ്ലാറ്റ് ആർച്ചിൻ്റെ മറ്റൊരു പേരെന്താണ്? നമുക്ക് സ്ക്വയർ എന്ന് പറയാം. ഓക്കെ, ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ക്യാമ്പർ എന്ന് പറയാം അല്ലേ. ക്യാമ്പർ ആർച്ച് എന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് നമുക്കറിയാം ഓൺ സെൻറ്റേഡ് ആർച്ചാണല്ലേ. ഓൺ സെൻറ്റർ ആർച്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രഡോസും എസ്ട്രഡോസും എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഇൻട്രഡോസും എസ്ട്രഡോസും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്ക്യൂബാക്കും നമ്മുടെ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. സ്ക്യൂബാക്ക് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഇൻട്രഡോസും അതുപോലെ തന്നെ സ്പ്രിങ്ങിങ് ലൈനും അത് കോയിൻസൈഡ് ആയിരിക്കും, അതായത് സെയിം ലൈനിലായിരിക്കും. ഇൻട്രഡോസും നമ്മുടെ സ്പ്രിങ്ങിങ് ലൈനും എങ്ങനെയായിരിക്കും? സെയിം ലൈനായിരിക്കും അല്ലെങ്കിൽ കോയിൻസൈഡ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്ത ആർച്ചാണ് സെഗ്മെൻ്റൽ ആർച്ച്. ഓക്കെ, ഏതാണ്? സെഗ്മെൻ്റൽ ആർച്ചാണ് നമ്മൾ ഒരു മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ആർച്ചാണ് സെഗ്മെൻ്റൽ ആർച്ച്. ഇതും എങ്ങനെയാണ്? ഓൺ സെൻറ്റേഡ് ആർച്ചാണ്. ഇനി വരുന്നത് എന്താണ്? അതിൻ്റെ ആ ഒരു സെൻറ്റർ, ഈ ഒരു സെഗ്മെൻ്റൽ ആർച്ചിൻ്റെ സെൻറ്റർ നമ്മുടെ സ്പ്രിങ്ങിങ് ലൈനിന് എങ്ങനെയായിരിക്കും? താഴെയായിരിക്കും. ഓക്കെ, സ്പ്രിങ്ങിങ് ലൈനിന് താഴെയായിരിക്കും, ബിലോ ആയിരിക്കും അതിൻ്റെ ആ ഒരു സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് വരുന്നതാണ് സെമി സർക്കുലർ ആർച്ച്. ഓക്കെ, സെമി സർക്കുലർ ആർച്ച് എങ്ങനെയായിരിക്കും? സെമി സർക്കുലർ ആർച്ചും ഓൺ സെൻറ്റേഡ് ആർച്ച് തന്നെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററും സ്പ്രിങ്ങിങ് ലൈനും സ്ട്രെയിറ്റ് ലൈനായിരിക്കും, ഒരു ലൈനിലായിരിക്കും. അതായത് സെൻറ്ററും സ്പ്രിങ്ങിങ് ലൈനും എങ്ങനെയായിരിക്കും? ഒരു ലൈനിലായിരിക്കും. ഓക്കെ, അടുത്തത് ആർച്ചാണ് സെമി എലിപ്റ്റിക്കൽ ആർച്ച്. ഓക്കെ, സെമി എലിപ്റ്റിക്കൽ ആർച്ച് എന്ന് പറയാം. ഈ സെമി എലിപ്റ്റിക്കൽ ആർച്ചിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് 3 അല്ലെങ്കിൽ 5 സെൻറ്റർ ഉണ്ടാവും. 3 അല്ലെങ്കിൽ 5 സെൻറ്ററുള്ള ആർച്ചിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? സെമി എലിപ്റ്റിക്കൽ ആർച്ച് എന്ന് പറയുന്നത്. അടുത്തതാണ് ഏതാ? ഇൻവേർട്ടഡ് ആർച്ച് എന്ന് പറയും. ഇൻവേർട്ടഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവേർട്ടഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെഗ്മെൻ്റൽ ആർച്ചിൻ്റെ ഒരു ഇൻവേർട്ട് ചെയ്തൊരു ഫോം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓൺ സെൻറ്റേഡ് ആർച്ച് തന്നെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ എങ്ങനെയായിരിക്കും? സ്പ്രിങ്ങിങ് ലൈന് മുകളിലായിരിക്കും, എബോവ് ആയിരിക്കും ഇൻവേർട്ടഡ് ആർച്ചിൽ വരുന്നത്. ഓക്കെ, അടുത്തൊരു ആർച്ചാണ് പോയിൻറ്റഡ് ആർച്ച്. ഓക്കെ, പോയിൻറ്റഡ് ആർച്ച് ഇതിനൊരു വേറൊരു പേരുണ്ട്. എന്താണ്? അറിയുന്നവർ കമൻറ്റ് ചെയ്തേ. പോയിൻറ്റഡ് ആർച്ചിൻ്റെ മറ്റൊരു പേരെന്താണ്? നമുക്ക് പറയാം ഗോത്തിക് ആർച്ച് എന്ന് പറയാം അല്ലേ. ഗോത്തിക് ആർച്ച് എന്ന് പറയാം. ഓക്കെ, ഗോത്തിക് ആർച്ച് എന്ന് പറയാം. ഇതിൽ നിന്നാണ് പ്രത്യേകത എന്താണ്? 2 സെൻറ്റേഡ് ആർച്ച് ആണല്ലേ. 2 സെൻറ്റേഡ് ആർച്ചാണ്. അതുപോലെ തന്നെ
ഈ ഒരു പോയിൻറ്റഡ് ആർച്ചിൻ്റെ അകത്തൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന് ഇക്വലാറ്ററൽ ആർച്ച് എന്ന് പറയുന്നു. ഇനി ഐസോസിലസ് ആണെങ്കിൽ അതിന് നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ലാൻസെൻറ്റ് ആർച്ച് എന്ന് പറയുന്നു. ഓക്കെ, ലാൻസെറ്റ് ആർച്ച് എന്ന് പറയുന്നു, ലാൻസെൻറ്റ് ആർച്ച് എന്ന് പറയുന്നു. അപ്പോൾ ലാൻസെൻറ്റ് ആർച്ചിൻ്റെ മറ്റൊരു പേരാണ് പോയിൻറ്റഡ് ആർച്ച് അല്ലെങ്കിൽ ഗോത്തിക് ആർച്ച്, അല്ലെങ്കിൽ തിരിച്ചും ചോദിക്കാം. ലാൻസെൻറ്റ് ആർച്ച് എന്ന് പറയുന്നത് ഏതെന്ന് ചോദിച്ചിട്ടും ഓപ്ഷനിൽ കുറേ തന്നിട്ട് ചോദിക്കാം. ഓക്കെ, ദെൻ അടുത്ത ആർച്ച് ഏതാണ്? അടുത്ത ആർച്ചാണ് നമ്മുടെ ഹോഴ്സ് ഷൂ ആർച്ച്. ഓക്കെ, ഹോഴ്സ് ഷൂ ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? അതെങ്ങനെയായിരിക്കും? മോർ ദാൻ സെമി സർക്കിൾ ഷേപ്പ് ആയിരിക്കും അതിന് ഉണ്ടാവുക. അതുപോലെ തന്നെ ഓൺ സെൻറ്റേഡ് ആർച്ച് തന്നെയാണ്. സെൻറ്റർ ലൈൻ എവിടെയായിരിക്കും? സെൻറ്റർ സ്പ്രിങ്ങിങ് ലൈനിന് മുകളിലായിരിക്കും. ഓക്കെ, സെൻറ്റർ സ്പ്രിങ്ങിങ് ലൈനിന് മുകളിലായിരിക്കും. അത് മോർ ദാൻ സെമി സർക്കിൾ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത് വരുന്നതാണ് നമ്മുടെ സ്റ്റിൽറ്റഡ് ആർച്ച്. ഓക്കെ, സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താണുള്ള? സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സെമി സർക്കുലർ ആർച്ച് ഒരു വെർട്ടിക്കൽ പോസ്റ്റിൽ സപ്പോർട്ട് ചെയ്തിരിക്കും. അതായത് രണ്ട് സൈഡിലും അങ്ങനെ സപ്പോർട്ട് ചെയ്തിരിക്കും. ഓക്കെ, ഇതാണ് ആ ഒരു വെർട്ടിക്കൽ പോസ്റ്റ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ആർച്ച് ഇങ്ങനെ വരും. ഓക്കെ, അങ്ങനെ ആ ഒരു സെമി സർക്കുലർ ആർച്ച് രണ്ട് വെർട്ടിക്കൽ പോസ്റ്റിൽ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റിൽറ്റഡ് ആർച്ച്. ദെൻ അടുത്തതാണ് നമ്മുടെ റിലീവിങ് ആർച്ച്. ഓക്കെ, റിലീവിങ് ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലീവിങ് ആർച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പേരെന്താണ്? ഡിസ്ചാർജ്ഡ് ആർച്ച് എന്ന് പറയും. ഓക്കെ, ഡിസ്ചാർജ്ഡ് ആർച്ച് എന്ന് പറയാം. ഓക്കെ, ഡിസ്ചാർജ്ഡ് ആർച്ച് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? റിലീവിങ് ആർച്ച്. ഇതെങ്ങനെയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്? നമുക്കിപ്പോൾ ലോഡ് റെസ്ട്രിക്ഷൻസ് ഉള്ള സ്ഥലങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ ലിൻഡലൊക്കെ ടിമ്പർ വെച്ചിട്ടോ അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ ഉള്ള ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് മുകളിൽ കൊടുക്കുന്ന ആർച്ചിനെയാണ് നമ്മൾ ഈ ഒരു റിലീവിങ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ലോഡ് റെസ്ട്രിക്ഷൻസ് ഉള്ള ഓപ്പണിങ്സിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്ന ആർച്ചിനെയാണ് നമ്മൾ റിലീവിങ് ആർച്ച് അല്ലെങ്കിൽ ഡിസ്ചാർജ് ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ആർച്ച് ഏതാണ്? അടുത്തത് നമ്മുടെ ഏതാണ്? വെനീഷ്യൻ ആർച്ച് ആണല്ലേ. വെനീഷ്യൻ ആർച്ച് എന്ന് പറയാം. വെനീഷ്യൻ ആർച്ചിൻ്റെ പ്രത്യേകത എന്താണ്? വെനീഷ്യൻ ആർച്ച് 4 സെൻറ്റേഡ് ആർച്ച് ആണല്ലേ. വെനീഷ്യൻ ആർച്ച് 4 സെൻറ്റേഡ് ആർച്ചാണ്. അവിടുത്തെ എന്താണ്? നമ്മുടെ ക്രൗണ് സ്പ്രിങ്ങിങ് ലൈന് നല്ല ഡെപ്തിലായിരിക്കും. ഓക്കെ, ക്രൗണ് സ്പ്രിങ്ങിങ് ലൈനിൽ നിന്ന് നല്ല ഡെപ്തിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ അടുത്തൊരു ടൈപ്പാണ് ഫ്ലോറൻറ്റൈൻ ആർച്ച്. ഓക്കെ, ഫ്ലോറൻറ്റൈൻ ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോറൻറ്റൈൻ ആർച്ച് എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റേഡ് ആണ്? 3 സെൻറ്റേഡ് ആർച്ച് ആണല്ലേ. 3 സെൻറ്റേഡ് ആർച്ചാണ് നമ്മുടെ ഫ്ലോറൻറ്റൈൻ ആർച്ച് എന്ന് പറയുന്നത്. അതെങ്ങനെയായിരിക്കും? നമുക്ക് ഏകദേശം വെനീഷ്യൻ ആർച്ച് പോലെ തന്നെയാണ്, പക്ഷേ അതിലൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻട്രഡോസ്. ഓക്കെ, ഇൻട്രഡോസ് സെമി സർക്കുലർ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഇൻട്രഡോസ് ഏത് ഷേപ്പ് ആയിരിക്കും? ഇൻട്രഡോസ് സെമി സർക്കുലർ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പറയാം ബുൾസൈ ആർച്ച്. ബുൾസൈ ആർച്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് സർക്കുലർ ഷേപ്പ് ആർച്ചിനെയാണ് നമ്മൾ ബുൾസൈ ആർച്ച് എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെയാണ്? ഓൺ സെൻറ്റേഡ് ആർച്ച് തന്നെയാണ്. ദെൻ ഇനി വേറൊരു ടേമാണ് ടുഡോ ആർച്ച്. ഓക്കെ, ടുഡോ ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 4 സെൻറ്റേഡ് പോയിൻറ്റഡ് ആർച്ചിനെയാണ് 4 സെൻറ്റേഡ് പോയിൻറ്റഡ് ആർച്ചിനെയാണ് നമ്മൾ ടുഡോ ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ആ ഒരു ടൈപ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ആ ഒരു ടെക്നിക്കൽ ടേംസും അതുപോലെ തന്നെ ആർട്സിൻ്റെ ആ ഒരു ടൈപ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മിക്ക PSC എക്സാമുകൾക്കും ഒരു മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് നമ്മുടെ സ്റ്റെയർ. ഓക്കെ, സ്റ്റെയറിൻ്റെ കാര്യത്തിലേക്ക് വരാം. സ്റ്റെയർ നമുക്കറിയാം എന്തിനാണ്? നമുക്ക് ആ ഒരു വെർട്ടിക്കൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെയർ, അതുപോലെ തന്നെ റാമ്പ്, അതുപോലെ തന്നെ എക്സ്കലേറ്റർ, ലിഫ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഈ ഒരു സ്റ്റെയറിലും നമുക്ക് ആദ്യം നമുക്ക് ടെക്നിക്കൽ ടേംസ് നോക്കാം. ഓക്കെ, സ്റ്റെയറിൽ നമുക്ക് ടെക്നിക്കൽ ടേംസ് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് നമ്മുടെ ത്രെഡ്. ഓക്കെ, ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ചവിട്ടുന്ന പോർഷൻ, ഹൊറിസോണ്ടൽ പാർട്ട് ഓഫ് സ്റ്റെപ്പാണത്. നമ്മൾ ഫൂട്ട് പ്ലേസ് ചെയ്യുന്ന പോർഷനെയാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് റൈസർ. ഓക്കെ, റൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു വെർട്ടിക്കൽ മെമ്പറിനെയാണ് നമ്മൾ റൈസർ എന്ന് പറയുന്നത്. അതെങ്ങനെയായിരിക്കും? ബിറ്റ്വീൻ 2 ത്രെഡ്. ഓക്കെ, റൈസർ ബിറ്റ്വീൻ ത്രൂ ത്രെഡ് ആയിരിക്കും. ആ ഒരു വെർട്ടിക്കൽ മെമ്പറിനെയാണ് നമ്മൾ റൈസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എങ്ങനെയായിരിക്കും? ഒരു കോൺസിക്യൂട്ടീവ് സ്റ്റെപ്പിൻ്റെ അപ്പർ ഫേസുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനായിരിക്കും നമ്മൾ റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു റൈസും മാറിപ്പോകാതിരിക്കാൻ റൈസർ ലാസ്റ്റ് ആറുണ്ട്. സോ മെമ്പർ എന്ന് ഓർമ്മിക്കുക, മെമ്പർ. ഓക്കെ, മെമ്പറിലും ലാസ്റ്റ് ആറുണ്ട്. സോ റൈസർ എന്ന് പറഞ്ഞാൽ അതൊരു വെർട്ടിക്കൽ മെമ്പറാണ്. ഓക്കെ, സോ ഈ റൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ത്രെഡിൻ്റെയും റൈസിൻ്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അടുത്തതൊരു ടേമാണ് ഫ്ലയർ.
ഫ്ലയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റെക്റ്റാങ്കിൾ ഷേപ്പ് സ്റ്റെപ്പിനെയാണ്, നമ്മൾ യൂണിഫോം ഷേപ്പ് ആൻഡ് സൈസുള്ള റെക്റ്റാങ്കുലർ സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ഫ്ലയർ അല്ലെങ്കിൽ ഫ്ലയർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് ലാൻഡിങ്. ഓക്കെ, ലാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഒരു ഫ്ലൈറ്റ് തുടങ്ങുന്നതിൻ്റെ അല്ലെങ്കിൽ തുടങ്ങുന്നതിൻ്റെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പോർഷനിൽ കൊടുക്കുന്ന ബിഗിനിങ് ദ ഫ്ലൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ ലാൻഡിങ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ലാൻഡിങ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും യൂസ് ചെയ്യാം. ഓക്കെ, ലാൻഡിങ് നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും, ഫ്ലൈറ്റുകൾ തമ്മിലുള്ള ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും നമുക്ക് ലാൻഡിങ് യൂസ് ചെയ്യാം. ഇനി ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെടാ? ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീരീസ് ഓഫ് സ്റ്റെപ്പിനെയാണ്. ഓക്കെ, സീരീസ് ഓഫ് സ്റ്റെപ്പിനെയാണ് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അതിൽ ഈ ഒരു ലാൻഡിങ് ഉൾപ്പെടുമോ? ഇല്ല. ഓക്കെ, നമ്മൾ ലാൻഡിങ് ഉൾപ്പെടുത്തില്ല. വിത്തൗട്ട് പ്ലാറ്റ്ഫോം, വിത്തൗട്ട് ലാൻഡിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്ലൈറ്റിൽ നമ്മൾ ലാൻഡിങ് ഉൾപ്പെടുത്താറില്ല. ഫ്ലൈറ്റ് എന്ന് പറയുന്നത് സീരീസ് ഓഫ് സ്റ്റെപ്പിനെയാണ് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് ബാലിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വെർട്ടിക്കൽ മെമ്പറാണല്ലേ. എന്തിനെയാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്? ഹാൻഡ് റെയിലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെമ്പർ, വെർട്ടിക്കൽ മെമ്പറിനെയാണ് ബാലിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ഹാൻഡ് റെയിലും ഈ ബാലിസ്റ്ററും ചേർന്ന ഒരു കമ്പൈൻഡ് ഫ്രെയിം വർക്കിനെ നമുക്ക് എന്തോന്ന് പറയാം? ബാലിസ്റ്റർ എന്ന് പറയാം അല്ലേ. ബാലിസ്റ്റർ അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് ബാലുസ്ട്രേഡ് എന്ന് പറയാം. ഓക്കെ, ബാലുസ്ട്രേഡ് എന്ന് പറയും. ഓക്കെ, അതായത് ഈ ബാലിസ്റ്റർ എന്ന് പറയുന്ന വെർട്ടിക്കൽ മെമ്പറാണ്, അത് ഹാൻഡ് റെയിലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഹാൻഡ് റെയിലും ബാലിസ്റ്ററും തമ്മിലുള്ള കമ്പൈൻഡ് ഫ്രെയിമിനെ നമുക്ക് എന്തോന്ന് പറയാം? ബാരിസ്റ്റർ അല്ലെങ്കിൽ ബാലുസ്ട്രേഡ് എന്ന് പറയാം. ഓക്കെ, ഇനി ദെൻ അടുത്തൊരു ടേമാണ് ന്യൂവൽ പോസ്റ്റ്. ഓക്കെ, ന്യൂവൽ പോസ്റ്റ് എന്ന് പറയുന്നത് എന്താണെടാ? നമ്മൾ ആ ഒരു ഫ്ലൈറ്റ് തുടങ്ങുന്നതിൻ്റെയും അവസാനിക്കുന്നതിൻ്റെയും അവിടെ കൊടുക്കുന്ന ആ ഒരു വെർട്ടിക്കൽ മെമ്പറിനെയാണ് നമ്മൾ ന്യൂവൽ പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതൊരു ടേമാണ് നോസിങ്. നോസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ത്രെഡിനെ പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്, ത്രെഡിൽ നിന്ന് കുറച്ച് പോർഷൻ പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ഉള്ള ഒരു പ്രൊജക്ഷനെയാണ് നമ്മൾ നോസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് ഗോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോയിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു ത്രെഡിൻ്റെ ചുരുക്കി പറഞ്ഞാൽ ത്രെഡിൻ്റെ ആ ഒരു ഹൊറിസോണ്ടൽ ലെങ്തിനെയാണ് നമ്മൾ ഗോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ത്രെഡിൻ്റെ വിഡ്ത്ത്. ഇനി കുറച്ചുകൂടി നമുക്ക് ഡെഫിനിഷനായിട്ട് പറഞ്ഞാൽ, രണ്ട് സക്സസീവ് റൈസറിന് ഇടയിലുള്ള ത്രെഡിൻ്റെ ആ വിഡ്ത്തിനെയാണ് നമ്മൾ ഗോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ടു സക്സസീവ് റൈസറിന് ബിറ്റ്വീനായിട്ടുള്ള ത്രെഡിൻ്റെ വിഡ്ത്തിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ഗോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഗോയിങ് എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു ടേമാണ് വൈൻഡേഴ്സ്. ഓക്കെ, വൈൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടേപ്പേർഡ് ഷേപ്പ് സ്റ്റെപ്പിനെയാണ്. ഓക്കെ, ടേപ്പേർഡ് ഷേപ്പ് ടാപ്പറിങ് ഷേപ്പ് അല്ലെങ്കിൽ ടേപ്പേർഡ് ഷേപ്പ് സ്റ്റെപ്പിനെയാണ് നമ്മൾ വൈൻഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി സ്ട്രിങ് അല്ലെങ്കിൽ സ്ട്രിങ്ങർ എന്ന് പറഞ്ഞാൽ എന്താണെടാ? ഓക്കെ, സ്ട്രിങ് അല്ലെങ്കിൽ സ്ട്രിങ്ങർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു സ്ട്രക്ചറൽ സ്ലാബ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ മെമ്പറിനെയാണ്, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്ലോപ്പിംഗ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ മെമ്പറിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. അത് എന്തിനെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? സ്റ്റെപ്പിനെ സപ്പോർട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ആ ഒരു ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ സ്ലോപ്പിംഗ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ മെമ്പറിനെയാണ് നമ്മൾ സ്ട്രിങ് അല്ലെങ്കിൽ സ്ട്രിങ്ങർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു ടേമാണ് നമ്മുടെ റൺ എന്ന് പറയുന്നത്. ഓക്കെ, റൺ എന്ന് പറഞ്ഞാൽ എന്താണെടാ? റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്റ്റെപ്പിൻ്റെ ടോട്ടൽ സ്റ്റെയറിൻ്റെ ടോട്ടൽ ലെങ്തിനെയാണ് നമ്മൾ റൺ എന്ന് പറയുന്നത്. അതിൽ ലാൻഡിങ് ഉൾപ്പെടുമോ? ഇല്ലേ? അതിൽ ലാൻഡിങ് ഉൾപ്പെടും. ഓക്കെ, ഇൻക്ലൂഡിങ് ലാൻഡിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് ഫ്ലൈറ്റാണ് പറഞ്ഞത്. ഓക്കെ, ഫ്ലൈറ്റിൽ നമ്മൾ ലാൻഡിങ് ഉൾപ്പെടുത്താറില്ല. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സീരീസ് ഓഫ് സ്റ്റെപ്പിനെയാണ്, അതിൽ ലാൻഡിങ് ഉൾപ്പെടുത്താറില്ല. റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റെയറിൻ്റെ ടോട്ടൽ ലെങ്ത്, നമ്മളിപ്പോൾ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റെയറിൻ്റെ ടോട്ടൽ ലെങ്തിനെയാണ് നമ്മൾ റൺ എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ ലാൻഡിങ് ഉൾപ്പെടുത്തും. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് സോഫിറ്റാണ്. സോഫിറ്റ് നമുക്കറിയാം അണ്ടർ സർഫേസ് ഓഫ് സ്റ്റെയറിനെയാണ് നമ്മൾ സോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പിച്ച് അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു സ്ലാബ്, ആ ഒരു ഇംഗ്ലണ്ട് സ്ലാബ് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ആംഗിളിനെയാണ് നമ്മൾ പിച്ച് അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു ടൈമാണ് നമ്മുടെ ഹെഡ് റൂം. ഓക്കെ, ഹെഡ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെഡ് റൂം എന്ന് പറഞ്ഞാൽ മിനിമം ക്ലിയർ ഹൈറ്റ് ഫ്രം എ ത്രെഡ് ടു ഓവർ ഹെഡ് കൺസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, മിനിമം ക്ലിയർ ഹൈറ്റ് ഫ്രം എ ത്രെഡ് ടു ഓവർ ഹെഡ് കൺസ്ട്രക്ഷനാണ് നമ്മൾ ഹെഡ് റൂം എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ടേമാണ് സ്കോഷ്യ. ഓക്കെ, സ്കോഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു നോസിങ്ങിൻ്റെ അടിയിൽ കൊടുക്കുന്ന ആ ഒരു
എന്തോന്ന് പറയാം, ആ ഒരു മൗൾഡിങ്ങിന് അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഫിനിഷ് എന്നൊക്കെ പറയാം. ഓക്കെ, അത് എലിവേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു മൗൾഡിങ് അല്ലെങ്കിൽ ആ ഒരു അഡീഷണൽ ഫിനിഷിങ്ങിനെയാണ് നമ്മൾ സ്കോഷ്യ അല്ലെങ്കിൽ സ്കോട്ടിയ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ആ ഒരു സ്റ്റെയറിൽ വരുന്ന ആ ഒരു ടെക്നിക്കൽ ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് ഒരു ഗുഡ് സ്റ്റെയർ കേസിൻ്റെ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, ഗുഡ് സ്റ്റെയർ കേസിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ് നമ്മളടുത്ത് നോക്കുന്നത്. ഓക്കെ, അതിൽ മിനിമം സ്റ്റെപ്പ് എത്രയാണ് പറയുന്നത്? മിനിമം സ്റ്റെപ്പ് പറയുന്നത് 3 എണ്ണമാണ്. 3 സ്റ്റെപ്പ് ഉണ്ടായിരിക്കണം. മാക്സിമം, ഇതൊരു ഫ്ലൈറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു ഫ്ലൈറ്റിൽ മിനിമം 3 സ്റ്റെപ്പ് ഉണ്ടായിരിക്കണം, മാക്സിമം 12 സ്റ്റെപ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ത്രെഡ് എത്രയായിരിക്കണം? ത്രെഡ് നമുക്ക് പറയാം 25 മുതൽ 30 സെൻറ്റിമീറ്റർ വരെ ആയിരിക്കണം. ഇനി റൈസ് ആണെങ്കിലോ റൈസ് എത്രയായിരിക്കണം? 10 മുതൽ 15 വരെ ആയിരിക്കണം. ഇത് പബ്ലിക് ബിൽഡിങ്ങിലാണ്. ഇനി നമുക്ക് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലൊക്കെ ആണെങ്കിൽ ഒരു 19 സെൻറ്റിമീറ്റർ വരെയൊക്കെ ആകാം. ഓക്കെ, അപ്പോൾ ത്രെഡ് ഈ ഒരു വാല്യൂസ് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഈ ഒരു 30ഉം 15ഉമാണ് നമ്മുടെ PSC കോമൺ ആയിട്ട് ആൻസർ സെലക്ട് ചെയ്യാറുള്ളത്. എന്നാലും PSC ഓരോ ടൈമിൽ ആൻസർ പിക്ക് ചെയ്യുമ്പോൾ ഇരിക്കും. ഓക്കെ, അപ്പോൾ ത്രെഡ് വരുന്നത് 25 മുതൽ 30 സെൻറ്റിമീറ്റർ വരെയാണ്. റൈസ് വരുന്നത് 10 മുതൽ 15 സെൻറ്റിമീറ്റർ വരെയാണ്. ഇനി ഹെഡ് റൂമിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഹെഡ് റൂമിൻ്റെ ഹൈറ്റ് വരുന്നത് നോട്ട് ലെസ് ദാൻ എത്രയായിരിക്കണം? 2.2 മീറ്റർ ആയിരിക്കണം. ഓക്കെ, നോട്ട് ലെസ് ദാൻ 2.2 മീറ്റർ ആയിരിക്കണം. ഇനി ഇത് മുമ്പത്തെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് 2.1 എന്നും കാണാം, അതുപോലെ തന്നെ 2 മീറ്റർ എന്നും കാണാം. ഓക്കെ, 2.1 എന്നും 2 മീറ്റർ എന്നൊക്കെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹെഡ് റൂം നോട്ട് ലെസ് ദാൻ, അതായത് 2.2 മീറ്ററിനേക്കാളും കുറയാൻ പാടില്ല. ഓക്കെ, അതാണ് ഹെഡ് റൂമിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ദെൻ അടുത്ത് നമ്മൾ ത്രെഡും റൈസും നമ്മൾ പറഞ്ഞു. ഇനി മിനിമം സ്റ്റെയർ വിഡ്ത്ത്. ഓക്കെ, മിനിമം സ്റ്റെയർ വിഡ്ത്ത് പറയുന്നത് 1 മീറ്റർ ആണ്. ഓക്കെ, 1 മീറ്റർ ആണ് നമ്മുടെ ഏതിലുള്ളത്? NBC പ്രകാരം വരുന്ന ആൻസർ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഇനി KMBR ആണെങ്കിൽ അവിടെ പറയുന്നത് 1.2 മീറ്റർ ആണ് പറയുന്നത്. ഓക്കെ, 1.2 മീറ്റർ ആണ് പറയുന്നത്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പഴയ ചോദ്യങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 0.9 മീറ്റർ എന്ന് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 3 ഓർമ്മിച്ച് വെച്ചിരിക്കുക. നമ്മുടെ മിനിമം സ്റ്റെയർ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ NBC നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രകാരമാണെങ്കിൽ 1 മീറ്റർ ആണ്. KMBR ആണെങ്കിൽ 1.2 മീറ്റർ ആണ്. ഇനി പണ്ടത്തെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 0.9 മീറ്റർ എന്നും ആൻസർ കാണാൻ കഴിയും. ഓക്കെ, ഇനി പിച്ച് നോക്കാം. പിച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 30 മുതൽ 45 ഡിഗ്രി വരെയാണ് പറയുന്നത്. ഓക്കെ, 30 മുതൽ 45 ഡിഗ്രി വരെയാണ് പിച്ച് പറയുന്നത്. ഇനി അടുത്ത് ഹാൻഡ് റെയിലിൻ്റെ ഹൈറ്റ് പറയുന്നത്. ഓക്കെ, ഹാൻഡ് റെയിലിൻ്റെ ഹൈറ്റ് പറയുന്നത് എത്രയാണ്? 90 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 90 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് പറയുന്നത്. ഓക്കെ, ഹാൻഡ് റെയിലിൻ്റെ ഹൈറ്റ് 90 സെൻറ്റിമീറ്റർ ആണ് പറയുന്നത്. ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് മിനിമം സ്റ്റെയർ. ഈ ഹാൻഡ് റെയിൽ തന്നെ മിനിമം സ്റ്റെയർ വിഡ്ത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് കൊടുത്താൽ മതി. ഇനി വൈഡർ സ്റ്റെയർ ആണെങ്കിൽ 2 സൈഡും കൊടുക്കണം. ഇനി വിഡ്ത്ത് 1.8 മീറ്ററിനേക്കാളും കൂടുതലാണെങ്കിൽ 2 സൈഡിലും കൊടുക്കണം. അതോടൊപ്പം സെൻറ്ററിൽ നമ്മൾ ഹാൻഡ് റെയിൽ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ദെൻ അത്രയാണ് ആ ഒരു റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഏതെന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു സൈഡ് മാത്രം ഇങ്ങനെ കർവായിട്ട് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഇതേപോലെ കർവ്ഡായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്തോന്ന് പറയുന്നു? ബുൾനോസ് സ്റ്റെപ്പ് എന്ന് പറയുന്നു. ഇനി 2 സൈഡ് നമ്മൾ ഇതേപോലെ ഈ ഒരു ഷേപ്പ് വന്നാലോ അതിന് നമ്മൾ റൗണ്ട് എൻഡഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നു. ഇനി ഈ ഒരു ഷേപ്പിലാണ് വരുന്നതെങ്കിലോ ഇതിന് നമ്മൾ സ്പ്ലൈഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നു. ദെൻ അതുപോലെ തന്നെ ആ ഒരു ട്രപ്പീസിയം ഷേപ്പിലൊക്കെ വരുന്ന സ്റ്റെപ്പിന് നമ്മൾ എന്താണ് പറയാനുള്ളത്? ട്രപ്പീസിയം ഷേപ്പിൽ വരുന്ന സ്റ്റെപ്പിന് നമ്മൾ ഡാൻസിങ് സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ റൈസും ത്രെഡും കർവ്ഡ് ആയിട്ടിരുന്നാൽ അതിന് നമ്മൾ എന്തോന്ന് പറയുന്നു? കൊമോഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് സ്റ്റെയറിൻ്റെ ടൈപ്സ്. ഓക്കെ, ഞാൻ ഈ ഇത്രയും സ്പീഡിൽ പോകുന്ന ഈ ഒരു ക്വിക്ക് റിവിഷൻ ആയതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി സ്പീഡ് കുറയ്ക്കണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെയറിൻ്റെ ടൈപ്സ് നോക്കാം. അതിലാദ്യം നമ്മൾ നോക്കുന്നത് സ്ട്രെയിറ്റ് സ്റ്റെയർ ആണ്. ഓക്കെ, സ്ട്രെയിറ്റ് സ്റ്റെയർ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സ്ട്രെയിറ്റ് സ്റ്റെയർ നമുക്ക് അതിലെന്താണ് ഒരു ഫ്ലൈറ്റ് ഡയറക്ഷനൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു സ്റ്റെയറിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് ടേണിംഗ് സ്റ്റെയർ. ഓക്കെ, ടേണിംഗ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടേണിംഗ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ചേഞ്ച് ഉണ്ട് അവിടെ. അതിൽ നമ്മുടെ എന്താണ് ക്വാർട്ടർ ടേണിംഗ് സ്റ്റെയർ എന്ന് പറയാം. ഓക്കെ, ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 90 ഡിഗ്രി തിരിയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബൈഫർഗേറ്റഡ് സ്റ്റെയർ ആണെങ്കിലോ? ബൈഫർഗേറ്റഡ് നമ്മൾ സാധാരണ പബ്ലിക് ബിൽഡിങ്സിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്.
ഓക്കെ, പബ്ലിക് ബിൽഡിങ്സിലൊക്കെയാണ് നമ്മൾ ബൈഫർക്കേറ്റഡ് സ്റ്റെയർ യൂസ് ചെയ്യാറുള്ളത്. ഇനി ദെൻ അടുത്ത് ഹാഫ് ടേൺഡ് സ്റ്റെയർ ആണ്. ഹാഫ് ടേൺഡ് സ്റ്റെയർ എങ്ങനെയായിരിക്കും? ഹാഫ് ടേൺഡ് സ്റ്റെയറിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്? ഹാഫ് ടേൺഡ് സ്റ്റെയറിന് നമുക്ക് ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറയാം, അല്ലേ? ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറയാം. ഈ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എത്ര 90 ഡിഗ്രി തിരിയും? 2 90 ഡിഗ്രി തിരിയും. ഓക്കെ, 2 90 ഡിഗ്രി തിരിയുമെങ്കിൽ അതിന് ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറയുന്നു. ഇനി ഈ ഒരു 2 90 ഡിഗ്രി തിരിയുമ്പോൾ തന്നെ അതിൽ ഈ ഡോഗ് ലെഗ്ഡ് പോലെ വേറൊരു ടൈപ്സ് ഉണ്ട്. അതാണ് ഏത്? ഓപ്പൺ ന്യൂവൽ. ഓക്കെ, ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ കേസ് എന്ന് പറയാം. ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതായത് നമുക്ക് ഈ ഒരു സെൻറ്റർ പോർഷനിൽ ഇവിടെ നമുക്ക് സ്പേസ് ഉണ്ടാവും. അത് ഈ ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ നമ്മൾ അതിനെ ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ എന്ന് പറയുന്നു. ഇനി ഈ ഒരു ഷേപ്പിലൊക്കെയാണ് ആ ഒരു സെൻറ്റർ പോർഷൻ വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഓപ്പൺ ജിയോമെട്രിക്കൽ വെൽ എന്ന് പറയുന്നു. ഓക്കെ, ഇതൊരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ നമ്മളതിനെ ഓപ്പൺ ന്യൂവൽ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ വെൽ എന്ന് പറയുന്നു. ഇനി ഈ ഒരു കർവ്ഡ് ഷേപ്പ് ആണെങ്കിൽ നമ്മളതിനെ ഓപ്പൺ ജിയോമെട്രിക് വെൽ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹാഫ് ടേൺ സ്റ്റെയറിലുള്ളതാണ് ഡോഗ് ലെഗ്ഡ് സ്റ്റെയറും ഓപ്പൺ ന്യൂവൽ സ്റ്റെയറും. അതേപോലെ നമ്മുടെ ടേണിംഗ് സ്റ്റെയറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ടേണിംഗ് സ്റ്റെയറിൽ ക്വാർട്ടർ ടേൺ സ്റ്റെയർ ഉണ്ട്. അത് ഒരു 90 ഡിഗ്രിയാണ് തിരിയുന്നത്. അതുപോലെ തന്നെ ബൈഫർക്കേറ്റഡും ഉണ്ട്. ഇനി ഹാഫ് ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത് 2 90 ഡിഗ്രി തിരിയും. 2 90 ഡിഗ്രി തിരിയുന്നതാണ് നമ്മുടെ ഹാഫ് ടേൺ സ്റ്റെയർ. അതിൽ വരുന്നതാണ് നമ്മുടെ ഡോഗ് ലെഗ്ഡ് സ്റ്റെയറും അതുപോലെ തന്നെ ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ. ഇതിനടുത്തതാണ് 3 ക്വാർട്ടർ ടേൺ സ്റ്റെയർ. ഓക്കെ, 3 ക്വാർട്ടർ ടേൺ സ്റ്റെയർ ആ പേരിൽ തന്നെയുണ്ട്. 3 90 ഡിഗ്രി തിരിയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ 3 ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി അടുത്തൊരു ടൈപ്പാണ് നമ്മുടെ സ്പൈറൽ. ഓക്കെ, സ്പൈറൽ സ്റ്റെയർ അല്ലെങ്കിൽ ഹെലിക്കൽ സ്റ്റെയർ അല്ലെങ്കിൽ സർക്കുലർ സ്റ്റെയർ എന്നൊക്കെ പറയാം. ഇതെങ്ങനെയാണ്? ഒരു വൈൻഡേഴ്സ് ഒരു സിംഗിൾ ന്യൂവൽ പോസ്റ്റിൽ തന്നെ അറ്റാച്ച്ഡ് ആണെങ്കിൽ ആ ഒരു സ്റ്റെയറിനെയാണ് നമ്മൾ സ്പൈറൽ അല്ലെങ്കിൽ ഹെലിക്കൽ അല്ലെങ്കിൽ സർക്കുലർ സ്റ്റെയർ എന്ന് പറയുന്നത്. അതെന്താണ്? അതൊരു സ്പേസ് ലിമിറ്റേഷനുള്ള സ്ഥലങ്ങളിലാണ് നമ്മളത് യൂസ് ചെയ്യാറുള്ളതല്ലേ. ഇതിനടുത്ത് ജിയോമെട്രിക്കൽ സ്റ്റെയർ ആണ്. ജിയോമെട്രിക്കൽ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഇനി ഒരു ജിയോമെട്രിക്കൽ പാറ്റേണിലായിരിക്കും. ആ ഒരു ഫ്ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഏതെങ്കിലും ഒരു ഏകദേശം ഈ ഒരു പാറ്റേൺ ഒക്കെ ആണെങ്കിൽ ആ ഒരു പാറ്റേൺ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ജിയോമെട്രിക്കൽ സ്റ്റെയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് റാമ്പ്. ഓക്കെ, റാമ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളത് കൂടുതലായിട്ട് കാണുന്നത് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിലൊക്കെയാണ് നമ്മൾ ഈ ഒരു റാമ്പൊക്കെ നമ്മൾ കാണാറുള്ളത്. ഈ ഒരു റാമ്പിൽ നമ്മൾ ഹാൻഡ് റെയിൽ 2 സൈഡും പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ പിച്ചിൻ്റെ കാര്യം പറയുന്നില്ല. പിച്ച് എത്രയാണ്? 1:10 to 1:15 ആണ്. ഓക്കെ, 1:10 to 1:15 ആണ്. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് 1:10 ആണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ മിനിമം വിഡ്ത്ത് ഓഫ് റാമ്പ്. ഹോസ്പിറ്റൽസിലെ റാമ്പിൻ്റെ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 2.25 മീറ്റർ ആണ്. ഓക്കെ, ഹോസ്പിറ്റൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മിനിമം വിഡ്ത്ത് ഓഫ് റാമ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 2.25 മീറ്റർ ആണ്. ഓക്കെ, 2.25 മീറ്റർ ആണ്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് നമ്മുടെ എസ്കലേറ്റർ. ഓക്കെ, എസ്കലേറ്റർ നമുക്ക് വേറെ എന്തോന്ന് പേരിൽ പറയാം? മൂവിങ് ഫ്ലൈറ്റ് എന്ന് പറയാം. മൂവിങ് സ്റ്റെയർ. ഓക്കെ, മൂവിങ് സ്റ്റെയർ എന്ന് പറയാം. അതുപോലെ തന്നെ വേറെ എന്തോ പേരിൽ പറയാം? മൂവിങ് ഫ്ലൈറ്റ് എന്ന് പറയാം. ഓക്കെ, മൂവിങ് ഫ്ലൈറ്റ് എന്നൊക്കെ നമുക്ക് ഈ ഒരു എസ്കലേറ്ററിനെ പറയാം. ഈ ഒരു എസ്കലേറ്ററിൻ്റെ ആംഗിൾ അല്ലെങ്കിൽ പിച്ച് എത്രയാണ്? എസ്കലേറ്ററിൻ്റെ ആംഗിൾ അല്ലെങ്കിൽ പിച്ച് വരുന്നത് 30 ഡിഗ്രിയാണ്. എസ്കലേറ്ററിൻ്റെ പിച്ച് വരുന്നത് 30 ഡിഗ്രിയാണ്. ഇനി നമുക്കതിൻ്റെ അടുത്ത് നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഈ ഒരു IS കോഡ് പറയുന്നത് IS 4591 പ്രകാരമുള്ള എസ്കലേറ്ററിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 38 മീറ്റർ പെർ മിനിറ്റ് ആണ്. ഓക്കെ, 38 മീറ്റർ പെർ മിനിറ്റ് ആണ് പറയുന്നത്. ഓക്കെ, 38 മീറ്റർ പെർ മിനിറ്റിനേക്കാളും കൂടാൻ പാടില്ല. നോട്ട് ബി ഗ്രേറ്റർ ദാൻ 38 മീറ്റർ പെർ മിനിറ്റ് ആണ്. ഇനി നമ്മുടെ നിമിയിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 450 mm പെർ സെക്കൻഡ് ആണ്. ഓക്കെ, നിമിയിൽ പറയുന്ന സ്പീഡ് എന്ന് പറയുന്നത് 450 mm പെർ സെക്കൻഡ് ആണ്. ഇനി അതുപോലെ തന്നെ NBC പ്രകാരം പറയുന്ന സ്പീഡ് എന്ന് പറയുന്നത് NBCയിൽ 2 പോയിൻ്റ് ഉണ്ട്. നമ്മുടെ ഈ ഒരു ആംഗിൾ നമ്മൾ പറഞ്ഞല്ലോ, പിച്ച് 30 ഡിഗ്രി ആണെങ്കിൽ, ഓക്കെ, പിച്ച് 30 ഡിഗ്രി ആണെങ്കിൽ സ്പീഡ് നോട്ട് ഗ്രേറ്റർ ദാൻ 0.75 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, പിച്ച് 30 ഡിഗ്രി ആണെങ്കിൽ നോട്ട് ഗ്രേറ്റർ ദാൻ 0.75 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഈ ഒരു പിച്ച് 30 മുതൽ 35 ഡിഗ്രി വരെയാണ് വരുന്നതെങ്കിൽ, 30 മുതൽ 35 ഡിഗ്രി ഇടയ്ക്കാണ് പിച്ചെങ്കിൽ അവിടെ നോട്ട് ഗ്രേറ്റർ ദാൻ 0.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്.
ഓക്കെ, നോട്ട് ഗ്രേറ്റർ ദാൻ 0.5 മീറ്റർ പെർ സെക്കൻഡ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിഫ്റ്റിൽ എസ്കലേറ്ററിൽ ഈ ഒരു ഇത്രയും പോയിന്റ് ഓർക്കുക. എസ്കലേറ്ററിൻ്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് മൂവിങ് സ്റ്റെയർ എന്ന് പറയും, അതുപോലെ തന്നെ ഇവർ മൂവിങ് ഫ്ലൈറ്റ് എന്ന് പറയാം. അവിടുത്തെ പിച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഇനി അതിൻ്റെ സ്പീഡ്, എസ്കലേറ്ററിൻ്റെ സ്പീഡാണ് പറയുന്നത്. IS കോഡ് IS 4591, ഇവിടെ 2002 കേട്ടോ ഇയർ വരുന്നത്. ഇയർ 2002 വരുന്നത്. ഓക്കെ, 4591 2002 എന്ന IS കോഡ് പ്രകാരം സ്പീഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ എത്രയാണ്? 38 മീറ്റർ പെർ മിനിറ്റ് ആണ്. 38 മീറ്റർ പെർ മിനിറ്റ് ആണ്. ഇനി നിമീൽ പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് 450 mm പെർ സെക്കൻഡ് ആണ്. ഓക്കെ, നിമീൽ 450 mm പെർ സെക്കൻഡ് ആണ് പറയുന്നത്. അതുപോലെ NBC പറയുന്നത് പിച്ച് 30 ഡിഗ്രി ആണെങ്കിൽ അത് നമുക്ക് 0.75 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. ഇനി 30-നും 35-നും ഇടയ്ക്കാണ് പിച്ചെങ്കിൽ അവിടെ നമുക്ക് നോട്ട് ഗ്രേറ്റർ ദാൻ 0.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ഇത്രയും ടോപ്പിക്കുള്ള മെയിനായിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. താങ്ക് യു.